നമ്മുടെയൊക്കെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കൂടുതലും ഫുഡ് വ്ളോഗ്സ് ആയിരിക്കുമല്ലേ. നമ്മളൊക്കെ അങ്ങനത്തെ വീഡിയോസാണല്ലോ കൂടുതൽ കാണുന്നത്. അതിൽ കാണുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ചിലതൊക്കെ നമ്മൾ സേവും ചെയ്ത് വെക്കും. അങ്ങനെ അവൾ സേവ് ചെയ്ത് വെച്ചൊരു വീഡിയോ കേട്ടോ ഇത്. ബ്രെഡ് വെച്ചിട്ട് പഫ്സ്. അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറി ഹെൽപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി വന്ന്, എടേ ഒന്ന് വന്നേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ. ആ വീഡിയോയിൽ കാണുമ്പോഴേക്കും ആ ഒരു ബ്രെഡ് തന്നെ 4 വശവും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പം പെട്ടെന്ന് കൂട്ടിമുട്ടുന്നുമുണ്ട്, അത് ഒട്ടിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇനി നമ്മൾ വിചാരിച്ച് നമ്മളെടുത്ത് മുട്ടയുടെ വലിപ്പം കൂടിയത് കൊണ്ടാണോ, വല്ല കാടമുട്ടയും വെച്ചിട്ടായിരുന്നോ ഈ പഫ്സ് ഉണ്ടാക്കേണ്ടതെന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു കേട്ടോ. കുറേ നേരം ശ്രമിച്ചിട്ടും നടന്നില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം ഒരു ബ്രെഡും കൂടെ മുകളിൽ വെച്ചിട്ട് സാൻഡ്വിച്ചായിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. അതിലാണെങ്കിൽ ഒന്ന് ഒട്ടിക്കണ്ടേ. ആദ്യം ഞങ്ങൾ മുട്ട വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കി, അത് പെട്ടെന്ന് തുറന്നു വരുമായിരുന്നു. അത് കാരണം പിന്നെ വെള്ളം എടുത്തിട്ട് വന്ന് കൂടുതൽ വെള്ളം നനച്ചിട്ട് ഒട്ടിച്ചപ്പോഴേക്കും ഏകദേശം ഒട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് മുട്ടയും കൂടെ വെച്ച് തേച്ച് റെഡിയാക്കി വെച്ച്. എല്ലാം പെട്ടെന്ന് തന്നെ അവൾ ചെയ്തു കേട്ടോ. കാരണം ലാസ്റ്റത്തേലോട്ടൊക്കെ വരുമ്പോഴേക്കും ആദ്യത്തെല്ലാം തുറന്നു വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അത് കാരണം ഇടക്കിടക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ അവൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചിലതിങ്ങനെ കാണാൻ തരുന്നത് നല്ല ഈസി ആയിട്ട് തോന്നും. അപ്പം നമ്മളത് ഉണ്ടാക്കണം എന്നുള്ളൊരു ത്വര ഉണ്ടാവുമായിരിക്കുമല്ലോ. അതുമായിട്ട് നമ്മൾ നേരെ അടുക്കളയിൽ കയറി അങ്ങനെ ഉണ്ടാക്കിയൊക്കെ തുടങ്ങി ഏകദേശം റെഡിയായി വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് മൊത്തം അങ്ങ് ഇതായി പോകും കേട്ടോ. അതുപോലെ സംഭവിച്ച സംഭവമായിരുന്നു ഇത്. ഞങ്ങൾ വിചാരിച്ചത് ഒട്ടും വലിയ രസമൊന്നും കാണത്തില്ല, അകത്ത മസാല മാത്രം കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു എടുത്തത്. പക്ഷേ നമ്മൾ അവനിൽ വെച്ചാട്ടോ ഉണ്ടാക്കിയത്. ആ വീഡിയോക്കകത്ത് എണ്ണയിൽ വറുത്തെടുക്കുന്നതായിട്ടാണ്. നമ്മുടെ ഇങ്ങനെ തുറന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്ന കാരണം എണ്ണയിൽ വറുത്തെടുക്കാൻ ഞങ്ങൾ പോയില്ല. അതിൻ്റെ അകത്തോട്ട് മൊത്തം എണ്ണ കയറി ആ മസാലയും കൂടെ പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ അവനിൽ വെച്ചിട്ടാണ് എടുത്തത്. പക്ഷേ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിക്ക് പോയത് കാരണം ഇച്ചിരി ഒരു ബ്രൗൺ കളറായിപ്പോയി മുകളിലൊക്കെ. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഏതായാലും ഞങ്ങളെടുത്ത് കഴിച്ച് നോക്കി. ഇച്ചിരി ചൂടായിരുന്നു, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കൂടെ തണുത്ത് കഴിച്ചപ്പോൾ അതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്ക് അകത്തെ മസാല നമ്മുടെ പഫ്സ് പോലെ തന്നെയുണ്ട്. അത് കാരണം നമുക്ക് പഫ്സായിട്ട് തന്നെ കഴിക്കാം കേട്ടോ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഏതായാലും സംഭവം അധികം ചീറ്റിപ്പോയിട്ടില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും ഇതുപോലെ ഒരു ഡിഷ് ട്രൈ ചെയ്തിട്ട് വേറൊരു ഡിഷായി മാറിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.